2020 സമ്പൂർണ്ണമായി രാജ്യത്ത് നടത്തുക. നമ്മളെല്ലാവരും കൺസ്യൂമറാണ്. നിങ്ങൾ ഓരോരുത്തരും ജനിക്കുമ്പോൾ മുതൽ മരണം വരെ, ജനിക്കുന്നതിന് മുമ്പും മരണത്തിന് ശേഷവും ഉപഭോക്താവാണ്. ജനിക്കുന്നതിന് മുമ്പ് കുട്ടി അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് തെറ്റായ ഒരു മരുന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥം കഴിക്കുകയോ ചെയ്താൽ ആ കുട്ടിയും കൺസ്യൂമറാണ്. ജീവിതത്തിലുടനീളം ഉപഭോക്താവ്. ഇനി ഒന്ന് സമാധാനമായി മരിക്കാം എന്ന് വെച്ചാൽ അവിടെയും കൺസ്യൂമറാണെന്നാണ് പുതിയ വിധി വ്യക്തമാക്കുന്നത്. ശവക്കല്ലറയെ സംബന്ധിച്ച് അങ്കമാലി അവിടുത്തെ വികാരി അച്ഛനെതിരെ കൊടുത്ത കേസിൽ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ സാധാരണ ശവക്കല്ലറയെ കൊടുക്കുമ്പോൾ അത് വാടകയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ലീസിന് കൊടുത്തിട്ട് അവരുടെ കുടുംബാംഗങ്ങളെയാണ് അതിൽ അടക്കുന്നത്. ഈ പലരെയും അടക്കിയതിന് ശേഷം ഇവരുടെ ഒരു പിതാവ് മരിച്ചപ്പോൾ ചെന്നപ്പോഴാണ് പുതുതായി വന്ന വികാരി അച്ഛൻ വേറെ ആർക്കും മറിച്ചു വിറ്റുപോയി. വന്നപ്പോൾ ഈ ശവക്കല്ലറ ലഭ്യമല്ല. അദ്ദേഹം കോടതിയെ സമീപിച്ചു. അപ്പോൾ അതിൽ വളരെ സുപ്രധാനമായ ഒരു തർക്കമാണ് ഉന്നയിച്ചത്. ആ തർക്കം ഇതാണ്: ഈ എന്താണ്, ജീവിച്ചിരിക്കുന്ന ആൾ മാത്രമാണ് കൺസ്യൂമർ, പ്രേതം കൺസ്യൂമർ അല്ല എന്നതാണ്. ശവസംസ്കാരം നടത്തിയതിനു ശേഷം എങ്ങനെ കൺസ്യൂമർ ആകും എന്നൊരു നിയമപരമായ പ്രശ്നമാണ് ഉന്നയിക്കുന്നത്. ഇപ്പം ജീവിച്ചിരിക്കുന്നവരുടെ താമസ സ്ഥലമാണ് വീട് അല്ലെങ്കിൽ ഭവനമെങ്കിൽ മരിച്ചവരുടെ ആലയമാണ് ശവക്കല്ലറ. അതുകൊണ്ട് ശവക്കല്ലറയും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധി വരുന്നു എന്നാണ് കോടതിയുടെ വിധി. അപ്പോൾ ജനിക്കുന്നതിന് മുമ്പ് തൊട്ടിൽ മുതൽ ചുടല വരെ എന്ന് പറയുന്ന രീതിയിൽ ഈ നിയമം നമ്മുടെ ജീവിതത്തെ ആകെ ബാധിക്കുന്നുണ്ട്, അതുമായി ബന്ധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവകാശ സംരക്ഷണത്തിനായി കോടതിയെ സമീപിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ സമീപകാലത്ത് വരുന്ന ഒരുപാട് വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഈ ഡോക്ടർമാരുടെ ആതുര സേവന രംഗത്തെ ചില വീഴ്ചകളാണ്. ചില രസകരമായ പല ട്രോളുകളും അതിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് പോകുന്ന ആളുകളെയൊക്കെ വിളിച്ച് സ്കാൻ ചെയ്ത് നോക്കിയാൽ അവിടെ നിന്ന് നഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും കിട്ടും എന്ന് ആളുകൾ നമ്മുടെ ആരോഗ്യ മേഖലയെ കളിയാക്കുന്നുണ്ട്. അതിൽ പൂർണ്ണമായും ശരിയല്ല. വളരെ നിസ്വാർത്ഥമായി നമ്മുടെ സേവനം നടത്തിയ എത്രയോ ഡോക്ടർമാരും മാലാഖമാർ നേഴ്സുമാരൊക്കെ നമുക്കുണ്ട്. ചില അപരേഷൻസ് ഈ മേഖലയിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ ഈ ആതുര സേവന രംഗത്തെ പ്രവർത്തനങ്ങൾ വരുന്നു. ഡോക്ടർമാർ പലപ്പോഴും പല സാധനങ്ങളും ശസ്ത്രക്രിയയ്ക്ക് ഇടയിൽ മറന്നു വെച്ചു പോകാറുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് അവർ പത്രസമ്മേളനം നടത്തി DMO പറഞ്ഞത് ഈ കത്തുകൾ ഇവിടെ നിന്ന് പോയിട്ടില്ല, ഈ കത്തുകൾ ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയും. അങ്ങനെ നഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഉപഭോക്തൃ സംരക്ഷണവും ആതുര സേവന രംഗവും വരുന്നു എന്നുള്ളതാണ്. നിങ്ങളെല്ലാം ഡോക്ടർമാരെ കാണുന്നവരും ഡോക്ടർമാരുടെ എഴുതി തരുന്ന കുറിമാനങ്ങൾ കൊടുത്ത് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് വാങ്ങുന്ന ആളുകളാണ്. നമ്മൾ സമീപകാലത്ത് വന്ന ഒരു കേസിൽ ഈ മെഡിക്കൽ ഷോപ്പിലേക്ക് കൊടുത്തിരിക്കുന്ന മരുന്ന് വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പല മെഡിക്കൽ ഷോപ്പുകളിലെയും നേരിടുന്ന ഒരു പ്രശ്നം. കാരണം ഡോക്ടർമാരുടെ കൈയക്ഷരം അത്ര മനോഹരമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും മോശമായി കൈയക്ഷരത്തിൽ എഴുതുന്ന ആളാണ് എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് പണ്ട് ഞാൻ നിയമസമീക്ഷ എന്നൊരു ലീഗൽ മാഗസിൻ എഡിറ്ററായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ മാഗസിൻ്റെ മുഖലേഖനം അന്ന് എഴുതിയിരിക്കുന്നത് ഡോക്ടർ സുകുമാർ അഴീക്കോടാണ്. അഴീക്കോട് മാസ്റ്റർ ലേഖനം അവിടെ തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വാങ്ങണം. അങ്ങനെ ചെന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ ലേഖനം വാങ്ങിയപ്പോൾ സാധാരണ കടലാസൊന്നും എഴുതില്ല, ഏതെങ്കിലും നോട്ടീസിൻ്റെ പിന്നാമ്പുറത്തൊക്കെയാണ് അദ്ദേഹം കുത്തിക്കുറിക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് ഒന്നും മനസ്സിലായില്ല. ഏത് ഭാഷയാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത മനോഹരമായ കൈയക്ഷരമാണ് ഈ നിരൂപക ശ്രേഷ്ഠനായ സാഗര ഗർജനം ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ. പക്ഷെ അന്ന് ഈ വളരെ ചെറുപ്പമായ സമയമാണ്. അദ്ദേഹത്തിൻ്റെ ദേഷ്യക്ക് അറിയാവുന്നത് അത് തിരിച്ച് നേരെയാക്കി തരാൻ ചോദിക്കാനുള്ള ധൈര്യം വന്നില്ല. ഞാൻ എറണാകുളത്ത് തിരിച്ചു വന്നിട്ട് DGP-കാരൻ എങ്ങനെയെങ്കിലും അടിക്കണമെന്ന് വിചാരിച്ച് അവിടെ കൊടുത്തപ്പോൾ അദ്ദേഹം ഇത് നോക്കിയിട്ട് പറഞ്ഞു, അറബി ഇവിടെ അടിക്കൂല. അങ്ങനെ തിരിച്ച് വേറെ മാർഗമില്ല. അങ്ങനെ മാഷിൻ്റെ അടുത്ത് നല്ല സമയം നോക്കി ചെല്ലുകയും മാഷ് തെളിയിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആ ലേഖനം വന്നത്. അപ്പോഴാണ് ഒരു സംഭവം അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, സാഹിത്യ രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ ബേപ്പൂർ സുൽത്താൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ അവരുടെ കൂട്ടുകാരോടൊപ്പം മാംഗോസ്റ്റിൻ മാവിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോസ്റ്റുമായ ഒരു കത്തുമായിട്ട് വന്നു. ആ കത്ത് ബഷീർ നോക്കിയപ്പോൾ മറ്റാരുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട സാഗര ഗർജനത്തിൻ്റെതാണ് കത്ത്, സുകുമാർ അഴീക്കോടിൻ്റെതാണ്. അദ്ദേഹം നോക്കിയിട്ട് ഒന്നും മനസ്സിലായി.
കൂടിയിരിക്കുന്നവർക്ക് കൊടുത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായത് അവരെല്ലാം എന്തെങ്കിലും സർക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു അവർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പോൾ അഴിമട് അപ്പോൾ പിന്നെ നമ്മുടെ ബഷീർ എന്തെന്ന് വെച്ചാൽ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ മെഡിക്കൽ ഷോപ്പിൽ കൂടെ കൊടുക്കാം. ഈ കത്തുമായിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയ ആളുകൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു വയറിളക്കത്തിന്റെ 6 ഗുളിക കൊടുത്തു എന്ന് പറഞ്ഞു. മെഡിക്കൽ ഷോപ്പുകൾ ഇപ്പോൾ ചെയ്യുന്നത് അവർക്കൊന്നും മനസ്സിലാവില്ല. ഇതെന്തായാലും ചെയ്യുന്നത് എന്ത് മനസ്സിലാവുന്നത് പറയാൻ പറ്റില്ല. പിന്നെ ഡോക്ടർ ആ സ്ഥലത്തേക്ക് മരുന്ന് എഴുതില്ല. അവർ അപ്പോൾ നമ്മളോട് ചോദിക്കും എന്ത് രോഗം കൊണ്ടാണ് ഡോക്ടറെ അടുത്ത് പോയത് എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് സാധാരണ മരുന്നൊക്കെ ഇന്ന് ആരോഗ്യരംഗം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു. ഡോക്ടർമാർ എഴുതുന്ന കുറിമാനങ്ങൾ വായിക്കാൻ ഫാർമസിസ്റ്റുകൾക്ക് പോലും കഴിയുന്നില്ല. ഫാർമസിസ്റ്റുകളുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നപ്പോൾ അവർക്ക് ഒരു പ്രമേയത്തിന്റെ പാസ്സാക്കി ഞങ്ങൾക്കും മനസ്സിലാകും. പിന്നെ ആർക്ക് പറ്റിയാണ് ഈ കുറിപ്പുകൾ എഴുതുന്നത്? ഇത് റൈറ്റ് ടു ലൈഫിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ജീവിക്കാനുള്ള പൗരന്റെ അവകാശം പലപ്പോഴും ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം അത് സംരക്ഷിക്കേണ്ടവർ നടത്തുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ വന്ന ഒരു കേസ് വ്യക്തമാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ കോടതിയിൽ വരുന്നുണ്ട്. അത് ഏറ്റവും ശക്തമായി വരുന്നത് സ്ത്രീകളാണ് എന്നതാണ്. യഥാർത്ഥ ഉപഭോക്താവ് എന്ന് പറഞ്ഞ സ്ത്രീകളാണ് എന്നത് ഏറ്റവും അനുഭവമായ കാര്യം. നമ്മുടെ ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും മോശമായ സാധനങ്ങളൊക്കെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വരുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളത് മിണ്ടില്ല. പക്ഷേ ആരും സമ്മതിക്കില്ല. അവിടെ പോയി അയാൾ 2 ചീത്ത പറഞ്ഞിട്ടേക്ക് അവർ തിരിച്ചു വരൂ. അപ്പോൾ അത്തരത്തിൽ വളരെ ശക്തരായ കോൺഫിഡൻറ്റ് കൺസ്യൂമർ എന്ന് പറയാവുന്നത് പുരുഷന്മാരല്ല സ്ത്രീകളാണ് എന്ന് പറയുന്നതിന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എത്ര വാശിയോടെയാണ് അവർ കോടതിയിൽ വന്ന് കേസുകൾ നടത്തുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ നിയമം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് കാരണമായത് ഒരു സ്ത്രീയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. റെനോൾഡ് വേഴ്സസ് സ്റ്റീവൻസൺ ലോക ചരിത്രത്തിൽ ഉപഭോക്തൃ നിയമങ്ങളുടെ ചരിത്രത്തിൽ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കേസാണ് ഇംഗ്ലണ്ടിലുണ്ടായ റെനോൾഡ് വേഴ്സസ് സ്റ്റീവൻസൺ. റെനോൾഡ് എന്ന് പറയുന്ന ഒരു ലേഡി വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോൾ അടുത്ത് കണ്ട ബിയർ പാർലറിൽ ഒരു ജിഞ്ചർ ബിയറിന് ഓർഡർ കൊടുത്തു. ഒരു വളരെ ഡാർക്ക് നിറത്തിലുള്ള ഒരു ഗ്ലാസ്സിനാണ് ആ ജിഞ്ചർ ബിയർ അവിടെ കൊണ്ടു വെച്ചത്. അത് അവരൊന്ന് ഒരു സ്ട്രോ ഉപയോഗിച്ച് കുടിച്ചെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് നോക്കിയപ്പോഴാണ് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. അതിൻ്റെ അടിയിൽ ചത്ത ചീഞ്ഞ ഒരു ഒച്ചിൻ്റെ അവശിഷ്ടമായിരുന്നു അതിലുണ്ടായിരുന്നു. എല്ലാം അകത്താക്കിയതിന് ശേഷമാണ് അത് കാണുന്നത്. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായാൽ എന്ത് ചെയ്യും? പലരും പല മറുപടിയായിരിക്കും. ചിലർ പറയും ഒരെണ്ണം കൂടി മേടിച്ചു കുടിക്കുന്നു, മറ്റൊക്കെ പൈസ കൊടുക്കില്ല. ചിലവരെങ്കിലും അങ്ങനെ ചെയ്യാം. ഏതായാലും ഇതിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ കരുതുന്നവരുണ്ടാവും. പുരുഷന്മാരാണെങ്കിൽ 2 ചീത്ത പറഞ്ഞിട്ട് അവിടെ പോകും. പക്ഷേ ഈ ഡൊണോബു എന്ന് പറയുന്ന ആ വനിത അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 2 ആഴ്ച അവിടെ കിടന്നു. അതിനുശേഷം അവരുടെ അറ്റോർണി അഭിഭാഷകനെ കണ്ടിട്ട് ഈ കമ്പനിക്ക് കേസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ആരംഭിച്ച നിയമയുദ്ധം അവസാനം ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ കോടതിയായ ഹൗസ് ഓഫ് ലോർഡ്സ്, ഇന്ത്യയുടെ സുപ്രീം കോടതിയെ പോലെ തന്നെ ഹൗസ് ഓഫ് ലോർഡ്സിൽ എത്തുകയും ഭൂരിപക്ഷം വരുന്ന വിധി അനുസരിച്ച് ഈ നിർമ്മാണ കമ്പനിക്ക് നിയമപരമായ ബാധ്യതയുണ്ട് നഷ്ടപരിഹാരം കൊടുക്കാനെന്ന അസന്നിഗ്ധമായ വിധി ആ കോടതിയിൽ നിന്നുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പുറപ്പെടുവിച്ച വിധി റെനോൾഡ് വേഴ്സസ് സ്റ്റീവൻസൺ തന്നെയാണ് സൈറ്റ് ചെയ്തത്. അപ്പോൾ ഒരു സാധാരണ സ്ത്രീ നടത്തിയ നിയമ പോരാട്ടം നമ്മുടെ നിയമനിർമ്മാണ ചരിത്രത്തിൽ നാട്ടിലേക്കല്ലായി മാറി എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ അവർ സ്ത്രീകളാണ് ഏറ്റവും നല്ല കൺസ്യൂമർ. വളരെ ജാഗ്രതയോടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. പലപ്പോഴും പരസ്യങ്ങളിൽ വീഴുന്നതും സ്ത്രീകളാണ് എന്നത് ഒരു പരാതിയും എനിക്കുണ്ട്. വീട്ടിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ തിരിച്ചൊരു മനോഹരമായ ഒരു സാരി നമ്മൾ കാണിച്ചിട്ട് കൂട്ടത്തിൽ പറയും അതിനേക്കാൾ മനോഹരമായ മുട്ടുസൂചി സൗജന്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അതിൽ വീണു പോകും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അങ്ങനെയല്ല പലപ്പോഴും വരുന്നത്. ഏതെങ്കിലും ചില സൗജന്യം കിട്ടുന്നു, അല്ലെങ്കിൽ 2 കിട്ടുന്നു, 3 കിട്ടുന്നു, നമുക്ക് ആവശ്യമില്ലെങ്കിൽ മേടിച്ചു വാങ്ങുകയാണ്. അപ്പോൾ പലപ്പോഴും അങ്ങനെ വാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ വീട്ടിൽ പറയാം അതൊന്നും കൊള്ളില്ല, നന്നായിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് പറയും അതങ്ങനെ തന്നെ അടുത്ത ദിവസം പറയും, പിന്നീട് അടുത്ത ദിവസം ഈ സമയം പരസ്യങ്ങളിലും അതുകൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മളിത് മേടിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ട് കബളിപ്പിക്കപ്പെടുന്നത് ആദ്യത്തെ ആൾ സ്ത്രീയാണ്. മനുഷ്യ ചരിത്രത്തിലും അത് തന്നെയാണെന്നാണ് പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ
നമുക്കറിയാം ആദ്യ ഉദ്യാനം ആദം ഹവ്വയും മാത്രമുള്ള ആ മനോഹരമായ ഉദ്യാനത്തിൽ ദൈവം പറഞ്ഞു, ഈ ഉദ്യാനത്തിലെ മനോഹരമായ ഉദ്യാനത്തിലെ എല്ലാ പഴങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം. പക്ഷേ ആ ഉദ്യാനത്തിന്റെ നടുവിൽ ഉള്ള ആ ചുവന്ന പഴം ഒഴിച്ച് ആദം ഹവ്വയെ സമ്മതിച്ചു. അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് സാത്താൻ പല രൂപത്തിൽ പല ഭാവത്തിൽ വരുന്നത്. അതിനെ ആദ്യം പിടിക്കുന്നത് ഈ പുരുഷനെയാണ്. പുരുഷൻ പക്ഷെ അതിൽ വഴിപ്പെടുന്നില്ല. പിന്നീട് സ്ത്രീയെ പിടിക്കുന്നു. സ്ത്രീ അവസാനം അതിൽ വഴിപ്പെടുകയും പുരുഷനെ അതിൽ അതിശക്തമായി തലയിണ മന്ത്രത്തിലൂടെ പ്രേരിപ്പിക്കുകയും അങ്ങനെ ആ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുകയും ചെയ്തു. പരസ്യം പല രൂപത്തിലാണ് വരുന്നത്. അങ്ങനെ അതുമൂലമാണ് ആ ഉദ്യാന നഷ്ടം സംഭവിക്കുന്നത്. ഇപ്പോഴും പലപ്പോഴും ഉദ്യാന നഷ്ടം സംഭവിക്കുന്നത് ഈ ആദാമിന്റെയും ഹവ്വയുടെയും ഈ സമഗ്രമായ. അതുകൊണ്ട് കബളിപ്പിക്കപ്പെടുന്ന പരസ്യങ്ങൾ വളരെ വ്യാപകമായി നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. ഓൺലൈനിലൂടെ നടക്കുന്ന അത്തരത്തിലുള്ള പരസ്യങ്ങൾ സാധാരണക്കാരെ വഴിതെറ്റിക്കുന്നതിന് കാരണമായി മാറുന്നു. ഈ അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിനെ സംബന്ധിച്ച് ബോധവൽക്കരണ പരിപാടികൾ സർക്കാർ സംവിധാനത്തിൽ ശക്തമായി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും കോടതിയിലെത്തുമ്പോൾ ഇതിന്റെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ഞാൻ യൂബറിനാണ് വന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പുതിയ ഒരു സംഭവം വരുന്നത് വെച്ചാൽ നിങ്ങളുടെ ഐഫോൺ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിൽ യൂബർ ബുക്ക് ചെയ്താൽ അതിന്റെ നിരക്ക് കൂടുതലായിരിക്കും. സാധാരണ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ കുറവായിരിക്കും. കാരണം ഐഫോൺ ഉപയോഗിക്കുന്നതിന് അതിൽ കൂടുതൽ എമൗണ്ട് കൊടുക്കാമെന്ന് അൽഗോരിതത്തിലൂടെ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ കാലം ആണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണല്ലോ നമ്മൾ ഇത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ കാലം മുതൽ ഇത് സാധാരണ ജനങ്ങൾക്ക് കബളിപ്പിക്കുന്നതിന് ഈ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് നമ്മൾ അറിയാതെ തന്നെ ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ വന്നു വീഴുകയും ചെയ്തു. അപ്പോൾ ഇത് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ അകപ്പെടാതെ സൂക്ഷിക്കുക, ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അത്തരത്തിൽ ചതിക്കുഴിയിൽ പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും നഷ്ടപരിഹാരം നേടുന്നതിനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. ഈ ഒരു സന്ദേശം നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വളരെ വലിയ ചർച്ചകൾ, വലിയ അഭിപ്രായ പ്രകടനങ്ങൾ ഒക്കെ നടന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇത് നിങ്ങൾക്കും നാളെ ഇതിൻ്റെ ഭാവിയുടെ വാഗ്ദാനം എന്ന് പറയാവുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഏറെ ഗുണകരമായ ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ കുട്ടികളെ സംബന്ധിച്ച് കൺസ്യൂമർ ക്ലബ്ബുകൾ രൂപവത്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ. 1000-ഓളം ക്ലബ്ബുകൾ സംസ്ഥാനത്തുടനീളം രൂപവത്കരിക്കുക. അതിൻ്റെ അക്യുനസ് കോളേജിൽ കഴിഞ്ഞ ആഴ്ച അവിടെ രൂപവത്കരിച്ചു. അതുപോലെ ഈ കലാലയത്തിലുമെല്ലാം ഇതിനെ സംബന്ധിച്ചുള്ള ക്ലബ്ബുകൾ രൂപവത്കരിക്കുകയും കുട്ടികൾക്ക് കൺസ്യൂമറുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും അതിലൂടെ ഈ സന്ദേശം വീടുകളിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകട്ടെ. നിങ്ങളും അതിൻ്റെ ഭാഗമായി മാറണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ പരിപാടി എൻ്റെ സുഹൃത്തുക്കളാണ് സംഘടിപ്പിച്ചത്. ജോസാറിന് അതുപോലെ സിജി മുത്തേരി ഇത്തരത്തിലുള്ള നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും അത് ജനങ്ങളിൽ വളരെ നിഷ്കർഷയോടെ എത്തിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള ആളുകളാണ്. അവരുടെ ശ്രമഫലമായി നമ്മുടെ കലാലയങ്ങളെ കൂടുതൽ പ്രബുദ്ധമാക്കുന്നതിനും അവരുടെ കുട്ടികൾക്ക് ആ സമയത്തിൻ്റെ അറിവിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുന്നതിനും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.